ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഒരേ ഒരു ഉപാധിയേ എനിക്കുള്ളൂ. ഇവിടെ ഈ ചെമ്പകമംഗലത്ത് കാർത്തിക്കിന്റെ ഭാര്യയായി എനിക്ക് കഴിയാൻ സാധിക്കണം. കുഞ്ഞിനെ വാങ്ങാൻ കോടതി ഉത്തരവുമായി വന്നവരോട് ഞാൻ എന്ത് പറയാനാ? ഓഹോ, അമ്മയ്ക്ക് അതേ ഓർമ്മ ഉള്ളൂ അല്ലേ? കുറച്ചു മുമ്പ് എന്റെ ഭർത്താവ്, അതായത് അമ്മയുടെ മകനെ പോലീസ് പിടിച്ചോണ്ട് പോയത് അമ്മ കണ്ടില്ലായിരുന്നോ? അതോ ഇതിനിടയ്ക്ക് അത് മറന്നുപോയോ? കുഞ്ഞാരുടെ കൂടെ പോയാലേ എനിക്ക് പ്രശ്നമില്ല. എന്റെ വിഷയം എന്റെ ജഗദീഷ് ഏട്ടനെ പുറത്തിറക്കുക എന്നുള്ളതാ. അതിന് ഞാൻ എന്ത് ചെയ്യണോന്നാ നീ പറയുന്നേ? വല്ല വഴിയുണ്ടെങ്കിൽ നീ പറയേ, ഞാൻ അതുപോലെ ചെയ്യാം. അമ്മ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെയെല്ലാം നോക്കിയിരുന്നോ? ഇങ്ങനെ ഇരുന്നോണ്ടാ ഇവിടെ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായത്. പറയണോ ഞാൻ ഓരോന്നായിട്ട്? പറഞ്ഞു ഓർമ്മിപ്പിക്കണോ ഞാൻ? അമ്മയുടെ മൂത്ത മകൻ എങ്ങനെയാ മരിച്ചത്? ആർക്ക് വേണ്ടിയായിരുന്നു? മീനാക്ഷിക്ക് വേണ്ടിയോ? ഇളയ മകൾ സാവിത്രിച്ചിയുടെ ഭർത്താവ് ഗൾഫിൽ വെച്ച് മരിക്കാൻ കാരണം ആരാ? ഈ മീനാക്ഷി തന്നെയല്ലേ? മീനാക്ഷി ഓരോന്നും ചെയ്യും. ആ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അമ്മയ്ക്ക് ആരുടെ കാര്യത്തിലും ഇടപെടാനും ശ്രദ്ധിക്കാനും സമയമുണ്ടായിട്ടില്ല. അന്നും അതെ, ഇന്നും അതെ. ഇനി ഇതുപോലെ എന്റെ കുട്ടികളുടെ അച്ഛനെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ജഗദീഷിനെ പോലീസ് കൊണ്ടുപോയത് മീനാക്ഷിയുടെ കുറ്റം കൊണ്ടല്ലോ, ആണോ? ഇപ്പോ അതാണോ അമ്മയുടെ പ്രശ്നം? സ്വന്തം മുൻ പോലീസിന്റെ അടികൊണ്ട് ചത്താലും വേണ്ടില്ല, മീനാക്ഷിയെ പൊതിഞ്ഞു പിടിച്ചാ മതിയല്ലോ അമ്മയ്ക്ക്. മാലതി, അമ്മേ, അമ്മ ദേഷ്യപ്പെട്ട് അവളുടെ വായടപ്പിക്കണ്ട. അവള് പറഞ്ഞത് ശരിയല്ലേ? സാവിത്രി, നീയും? അതെ, സാവിത്രി തന്നെയാ. എത്രയെന്നും പറഞ്ഞ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞിരിക്കുന്നത്. മാലതിയെ എന്റെ അവസ്ഥയിൽ കൊണ്ട് എത്തിക്കരുത് എല്ലാരും കൂടി. മൈഥിലി കുഞ്ഞിനെ ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? അവള് പ്രസവിച്ചല്ലേ ആ കുഞ്ഞിനെ. അപ്പോ മീനാക്ഷി നിന്റെ ആരും അല്ലേ? മീനാക്ഷി എന്റെ മകന്റെ ഭാര്യ തന്നെയാ. മീനാക്ഷിക്ക് ഞാൻ കൊടുക്കുന്ന പരിഗണനയേക്കാൾ ഒരു പിടി മുകളിൽ മൈഥിലി തന്നെയാ. കാരണം മൈഥിലി കാർത്തികിന്റെ ഭാര്യ മാത്രമല്ല, അവന്റെ കുഞ്ഞിന്റെ അമ്മ കൂടിയാ. ഇനി എന്തൊക്കെ കാണിച്ചാലും പെറ്റമ്മയോളം വരില്ല ഒരു പോറ്റമ്മേ. ഇതൊക്കെ മീനാക്ഷിയുടെ ഒരു അടവല്ലേ ചേച്ചി? ആ കുഞ്ഞിനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിനെ ഇത്ര അപകടത്തിൽ കൊണ്ട് ചാടിക്കുമായിരുന്നോ? കുഞ്ഞിന്റെ ശരീരത്തെ ബോംബ് വരെ കെട്ടിവെച്ചു. ഈ നാട്ടിലെ കാര്യം പോട്ടെ, എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ? അതെല്ലാം കഴിഞ്ഞപ്പോ ഇന്ദ്രജ പിടിച്ചോണ്ട് പോയെന്നും പറഞ്ഞ് പുതിയ നാടകം. കരച്ചിലും പിടിച്ചിലും ഏക്കില്ലെന്ന് കണ്ടപ്പോ കുഞ്ഞിനെ എടുത്തോണ്ട് തിരിച്ചു വന്നു. ഇതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവില്ലായിരിക്കും, ബാക്കിയുള്ളവരെല്ലാം അങ്ങനെയല്ല. മാലതി, സിദ്ധം പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ പറയുന്ന അയാള് പറയുന്നതാണോ അമ്മ വേദവാക്യമൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്? ആദ്യം പറഞ്ഞു മീനാക്ഷി കുഴപ്പക്കാരിയാണെന്ന്, പിന്നെ പറഞ്ഞു മീനാക്ഷി അനുഗ്രഹം കൊണ്ടുവരും, മൈഥിലിയാ കുഴപ്പമെന്ന്. 500ന്റെ നോട്ട് കൊടുത്താ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന അയാളെ അമ്മ വിശ്വസിച്ചാ മതി. അതിന് ഞങ്ങളെ കൂട്ടണ്ട. മൈഥിലി സംബന്ധിച്ച കാർത്തികിന് ജോലി തിരികെ കിട്ടുമെന്നും ജഗദീഷിനെ രക്ഷപ്പെടുത്താമെന്നും ആ മിനിസ്റ്റർ പറഞ്ഞതല്ലേ? ഞാൻ വന്ന് അമ്മയുടെ കാല് പിടിക്കും പോലെ പറഞ്ഞില്ലേ മൈഥിലിയുടെ കാര്യം സമ്മതിക്കണമെന്ന്? അപ്പൊ അമ്മ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി? ജഗദീഷിനെ പോലീസ് കൊണ്ടുപോയി, മൈഥിലി കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നു. അമ്മ ഇപ്പോഴും അത് ആലോചിച്ചിട്ടുമില്ല, തീരുമാനം എടുത്തിട്ടുമില്ല. നിങ്ങൾ പറയേ, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കാം. ഇപ്പൊ അത്യാവശ്യം ജഗദീഷേട്ടന്റെ കാര്യമാ. അതിനും മൈഥിലിയുടെ കാര്യത്തിൽ അമ്മ ഒന്ന് കണ്ണടക്കണം. ഇപ്പൊ നമ്മളെ രക്ഷിക്കാൻ മൈഥിലിക്ക് കഴിയൂ. ഒരു തരത്തിലും അവളെ എതിർക്കാൻ പോകരുത്. അതെ അമ്മേ, നമ്മൾ എത്ര വാശി പിടിച്ചാലും മൈഥിലി കുഞ്ഞിനെ കൊണ്ട് പോവും. പോലീസും നിയമവും ഒക്കെ അവരുടെ കൂടെ. എതിർത്ത് നിന്നാലും തോറ്റു പോവുകയുള്ളൂ. തോൽക്കുമെന്ന് ഉറപ്പുള്ളൊരു കളിക്ക് നിൽക്കാതിരിക്കുന്നതല്ലേ അമ്മേ നല്ലത്? മൈഥിലി വന്നത് കുഞ്ഞിനെ കൊണ്ടുപോകാനല്ലേ? ജഗദീഷിന്റെ കാര്യം പറഞ്ഞ അവള് കേക്കോ?
കാർത്തിക്കുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞ അവള് സമ്മതിക്കൂ? നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറാവുകയാണെങ്കിൽ ഞാൻ മൈഥിലിയോട് സംസാരിച്ച് തീർപ്പാക്കി തരാം. എന്ത് കോംപ്രമൈസ്? കുഞ്ഞിനെ കൊണ്ടുപോകാതിരിക്കാൻ മൈഥിലിക്കൊരു ഉപാധിയുണ്ട്. എന്ത് ഉപാധി? എന്തും ചെയ്യാന്ന് നീ കരഞ്ഞോണ്ട് പറയുമ്പോഴെങ്ങനെ ഞാനത് ചെവിക്കൊള്ളാതെ പോകുന്നത്? ഒരേ ഒരു ഉപാധിയേ എനിക്കുള്ളൂ. ഇവിടെ ഈ ചെമ്പകമംഗലത്ത് കാർത്തിക്കിന്റെ ഭാര്യയായി എനിക്ക് കഴിയാൻ സാധിക്കണം. അതിൽ കുറഞ്ഞതൊന്നും എനിക്ക് വേണ്ട. പറ്റില്ലെങ്കിലോ? ഇപ്പൊ നീ എന്റെ കുഞ്ഞിനെ കൈകളിലാക്കി വെച്ചിരിക്കുന്നു. ഇനി ഞാൻ എന്റെ കാർത്തിയേട്ടനെ കൂടി നിനക്ക് വിട്ടുതരണോ? കാർത്തിയേട്ടൻ ഞാൻ കാണാത്ത ആളൊന്നും അല്ലല്ലോ അയാള്. നിനക്ക് മുൻപേ ആദ്യം കണ്ടത് ഞാൻ. അയാളുടെ കൂടെ ആദ്യം ജീവിച്ചതും അയാളുടെ കുഞ്ഞിനെ പ്രസവിച്ചതും ഞാൻ. എനിക്ക് നിന്റെ അനുവാദത്തിന്റെ ആവശ്യമില്ല. ആവശ്യമുണ്ട്. മീനാക്ഷിയുടെ അനുവാദം ഇല്ലാതെ നിനക്കിവിടെ താമസിക്കാനോ കാർത്തിയെ സ്വന്തമാക്കാനോ ആവില്ല. കാർത്തിക്കിന് വേണ്ടാത്തോണ്ടല്ലേ നീ മറ്റൊരാളോടൊപ്പം പോയത്? നീ അന്ന് കാർത്തിക്കിനെ ഉപേക്ഷിച്ചു പോയപ്പോ അവന് താങ്ങായും തണലായും കൂടെ നിന്ന് സ്നേഹിച്ചത് മീനാക്ഷിയാ. അവന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ നിനക്കും കയറി വന്ന ഇവൾക്കും ഒരേ സ്ഥാനമാണെന്ന് മൈഥിലി തെറ്റിദ്ധരിക്കണ്ട. കാർത്തിക്കിന് ഇനി മീനാക്ഷി മതി. ആദ്യ ഭാര്യയായ മൈഥിലി ആവശ്യമില്ല. ഓ, രണ്ടാം ഭാര്യയുടെ പ്രത്യേകതകൾ ഇവളെക്കാളും അറിയുന്നത് നിങ്ങൾക്കാണല്ലോ. ജയറാമിനും മാധുരിക്ക് പകരം നന്ദിനി മതിയായിരിക്കും. പക്ഷേ കാർത്തിക്കിനും മൈഥിലിക്ക് പകരം ആവില്ല ഒരു മീനാക്ഷിയും. അല്ലെങ്കിലും ഇവരോട് എനിക്കൊന്നും പറയാനില്ല. പറയാനുള്ളതേ നിന്നോടാ. ഇനി പറയ്, ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് സമ്മതമാണോ? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശരി, ഞാൻ ആദ്യമേ പറഞ്ഞു ഒരേ ഒരു ഉപാധിയേ എനിക്കുള്ളൂന്ന്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. പറ്റില്ലെന്ന് നീയും പറഞ്ഞു. ഇനി ഈ സംഭാഷണം തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.